Welcome to Hyderabad Janam Valley Resort and Spa. ഹായ്, നമ്മൾ ഇന്നിപ്പോൾ അവിടെ നിൽക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ ഹിൽട്ടൺ റിസോർട്ട്സ് ആൻഡ് സ്പാ എന്നുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 18 ഏക്കേഴ്സ് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ട് ആണ് ഇവിടെ നിൽക്കുന്നത്. ഇതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഈ റിസോർട്ടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന വലിയ ഒരു ലഗൂണാണ്. ഏകദേശം ഒരു 135 മീറ്റേഴ്സ് ലെങ്തും അതേമാതിരി 25 മീറ്റേഴ്സ് വിഡ്ത്തുള്ള വലിയ ലഗൂണാണ്. ആ ലഗൂണിന്റെ ചുറ്റുമാണ് ഇവിടുത്തെ ഈ കോട്ടേജസ് ആണ് ഉള്ളത്, കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. വെരി നാച്ചുറൽ ആയിട്ട് ചെയ്ത ലഗൂണാണ്. ആക്ച്വലി ഹൈദരാബാദ് നിങ്ങൾക്കറിയാം ഒരു ഡ്രൈ പ്ലേസ് ആണ്. ആ ഡ്രൈ പ്ലേസിൽ നമ്മൾ ഒരു ട്രോപ്പിക്കൽ പ്ലാന്റ്സ് വെച്ചിട്ട് ട്രോപ്പിക്കൽ സ്റ്റൈലുള്ള ലഗൂൺസ് ആണ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത വെച്ചാൽ, ഈ വെള്ളമാണെങ്കിൽ വെള്ളത്തിന്റെ അടിയിലാണ്, വെള്ളത്തിന്റെ താഴെ ഭാഗത്താണ് നമ്മൾ ഇതിലേക്കുള്ള കംപ്ലീറ്റ് പ്ലാന്റേഷൻസും പ്ലാന്റ്സും എല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ കൈക്ക് കിട്ടുമ്പോൾ ഇത് ആക്ച്വലി ഒരു ഗ്രൗണ്ട് ആയിരുന്നു. ഗ്രൗണ്ട് മാതിരിയുള്ള ഒരു പ്ലേസ് ആയിരുന്നു, ഒരു ഫ്ലാറ്റ് ഉള്ള ഏരിയ. നമ്മളിത് ഏകദേശം 1.6 നമുക്കിത് കറക്റ്റായിട്ട് പിന്നെ എക്സ്കവേറ്റ് ചെയ്തു. ആർക്കിടെക്റ്റിന്റെ ഒരു ഡ്രോയിങ് ഒരു ഇതുണ്ടായിരുന്നു, ഏത് രീതിയിൽ വേണമെന്നുള്ള ഷേപ്സിന് അതിന് എക്സ്കവേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഒരു താഴത്തെ ബേസ്മെന്റിന് വേണ്ടി നമ്മൾ കോയർ ജിയോടെക്സ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. കാരണം ഇതിന്റെ മുകളിൽ HDP ലൈനറാണ് വരാനുള്ളത്. അപ്പോൾ അതിന്റെ ചെറിയൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കോയർ മാറ്റ് നമ്മൾ ഉപയോഗിച്ചു. അതിന്റെ മുകളിൽ HDP ലൈനറാണ്. ഇത്രയും വലിയൊരു ലൈനർ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് വെൽഡ് ചെയ്തിട്ട് അതിന്റെ വാട്ടർ പ്രൂഫ് ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിൽ അഗെയിൻ ഒരു ലെയർ നമ്മളൊരു ഈ ആക്ച്വലി സാൻഡാണ് ഇതിന്റെ മുകളിൽ വരാനുള്ളത്. സാൻഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ജിയോടെക്സ്റ്റൈൽ മെംബ്രെയിൻ, ഫാബ്രിക് ജിയോടെക്സ്റ്റൈൽ മെംബ്രെയിൻ നമ്മൾ ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് സാൻഡ് ഇട്ടു. ഇതിനുശേഷം പിന്നെ ആർക്കിടെക്റ്റിന് ഒരു വിഷൻ ഉണ്ടായിരുന്നു. അവർ ഈ കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള പിന്നെ കുളം വേണ്ട, ഇത് അവർക്കൊരു വേവ്സ് ആയിട്ടുള്ള ഒരു ബേസ്മെന്റ് വേണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. സോ ഇത് കിട്ടാൻ വേണ്ടി നോർമലി നമ്മൾ എന്തെങ്കിലും മണ്ണോ മണലോ എന്തോ ഇട്ടുന്നെങ്കിൽ ഗ്രാജുവലി ഈ വെള്ളം ആടിയിട്ട് ഇതെല്ലാം പിന്നെ ബേസ്മെന്റിലേക്ക് പോയി സ്റ്റോക്ക് ആവും. അത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ബേൺഡ് ക്ലേ ബ്രിക്സ് വെച്ചിട്ട് നമ്മൾ ഇത് ഇങ്ങനെ അടുക്കിയിട്ടെല്ലാം നമ്മൾ അതിന്റെ ഒരു ഷേപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. അതിന്റെ മുകളില് അഗൈൻ ഈ ബേർഡ് ക്ലേ ബ്രിക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ആയിട്ട് നമ്മൾ ഇതിന് മുകളിൽ ഒരു 3 ഇഞ്ചസ് ബെഡ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ മുകളിലിട്ടു. സോ ഇതെല്ലാം ഫിക്സ് ആയിട്ടാണ് എക്സാക്ട് നമുക്കൊരു ഷേപ്പ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ഒരു നാച്ചുറലി കിട്ടാൻ വേണ്ടിയിട്ട് പെബിൾസ്, വലിയ സ്റ്റോൺസും പെബിൾസ് ഒക്കെ ഇതിന്റെ ബെഡിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നിരത്തിയിരുന്നു. സോ ഇതിന്റെ വേറൊരു പ്രത്യേകത, ഈ ഒരു കുളത്തിന് ഫിൽട്രേഷൻ ഇല്ല. ചെറിയൊരു എയറേഷൻ വെച്ചിട്ട് ഈ പ്ലാന്റിന്റെ സെലക്ഷൻസ് ആണ് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി പ്ലാന്റ് സെലക്ഷൻസ് പിന്നെ ആർക്കിടെക്റ്റിന്റെ ഭാഗത്തു തന്നെ വന്നിരിക്കുന്നതാണ്. ഇത് വാട്ടർ പ്യൂരിഫൈയിങ് പ്ലാന്റ്സ് ആണ് ഇവർ അതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ നോർമലി ഇവിടുത്തെ വാട്ടറിന്റെ പ്യൂരിഫിക്കേഷന് ഈ പ്ലാന്റിന്റെ ബേസ് വെച്ചതാണ് ഇത് ക്ലിയർ ആയി പോകുന്നത്. അതാണ് ഈ കുളത്തിന്റെ, ഈ നാച്ചുറൽ ലഗൂണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതിന്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ചൊരു നാച്ചുറൽ എലിമെന്റ്സ് ആയിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ ഈ ഓരോ ഈ ലഗൂണിന്റെ പോണ്ടിന്റെ ബാങ്കിൽ നമ്മൾ കുറച്ചൊരു റോക്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി കുറച്ച് അതിന്റെ കരയ്ക്ക് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട്, അതിന്റെ ബാങ്ക് ഭംഗി കിട്ടാൻ വേണ്ടി ഇത്തിരി ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പല സ്ഥലത്തും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്രിഡ്ജ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ ഈ ലഗൂണിന്റെ നടുക്ക് പാസ്സാവുന്ന ഒരു ബ്രിഡ്ജ്. ഇതാണ് ഇങ്ങനെ ഒരു പോകുന്ന ഒരു ബ്രിഡ്ജാണ്. ഈ 2023 ഏപ്രിലാണ് നമ്മുടെ ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഇതിന്റെ ഒരു 1.5 വർഷം വേണ്ടി വന്നു. 2024 ഒക്ടോബറിനാണ് നമ്മളിത് ഹാൻഡ് ഓവർ ചെയ്തത്. വെരി ചാലഞ്ചിങ് വർക്കാണിത് എനിക്ക് വന്നിട്ടുള്ളത്. ഒരു സ്പെഷ്യൽ വർക്കാണ്. സ്പെഷ്യലി വേറൊരു എടുത്ത് പറയേണ്ടത് വെച്ചാൽ ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് ബേസിലുള്ള സ്ഥപതി ആർക്കിടെക്ട്സ് ആണ്.